പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS +2 ബിസിനസ് സ്റ്റഡീസ്, കൊമേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട പേപ്പറായ ബിസിനസ് സ്റ്റഡീസിന്റെ 6ാമത്തെ ചാപ്റ്റർ ആണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിന്റെ പാഠപുസ്തകം റിവേഴ്സ് ചെയ്തു. 24 ചാപ്റ്ററിൽ നിന്ന് 23 ചാപ്റ്ററായി മാറ്റം വരുത്തി. ആ 23 ചാപ്റ്ററിൽ തന്നെ 60% ചാപ്റ്റർ മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന ചാപ്റ്റർ അസൈൻമെന്റ് ചാപ്റ്ററാണ്. ഈ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്ററാണ് മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് 2-3 വീഡിയോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞ് അവസാനിപ്പിക്കും. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ, പിന്നെ അതിന്റെ അപ്പുറത്തെ വീഡിയോയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഗൈഡ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഗൈഡിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. കാരണം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ ആൻസർ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ ആൻസർ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അതിന് 1ാമത്തെ ചോദ്യമാണ് ഡിഫൈൻ ദി ടൈം മാനേജ്മെന്റ്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു കലയായിട്ടാണ് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ദുർലഭ വിഭവങ്ങളെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്ന ജോലി മറ്റുള്ളവരിലൂടെ നടത്തുന്നതാണ് എന്ന് പറയുന്നത് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കലയാണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും. ഒരു സ്ഥാപനത്തിന്റെ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഉള്ള വിഭവങ്ങൾ അത് ദുർബലമായ വിഭവങ്ങളായിക്കോട്ടെ, അത് നല്ല എഫക്റ്റീവായിട്ട് ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു രീതി മറ്റുള്ളവരിലൂടെ ഏൽപ്പിക്കുക. അതാണ് മാനേജീരിയൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏത് മേഖലകളിലും ഇന്ന് മാനേജ്മെന്റ് ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം അല്ല, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഷോപ്പ് ആയിക്കോട്ടെ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്? മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് കല എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്ലാനിങ്, സംഘാടനം, ഡയറക്റ്റിംഗ്, നിയന്ത്രണം എന്നീ പ്രക്രിയയിലൂടെ വിഭവങ്ങളെല്ലാം ഏകോപിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ മാനേജ്മെന്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് മാനേജർ എന്ന് പറയുന്നത്. അയാളാണ് സ്ഥാപനത്തിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി 2ാമത്തെ ചോദ്യമാണ് ലിസ്റ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് മാനേജ്മെന്റിന്റെ വ്യത്യസ്ത തലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 3 ലെവലാണ് മാനേജ്മെന്റ്. ടോപ്പ്, അതിന്റെ തൊട്ട് താഴെ മിഡില്, അതിന്റെ തൊട്ട് താഴെ ലോവറാണ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഉന്നതതല മാനേജ്മെന്റ് ആണ്. അതിന് തൊട്ട് താഴെ മധ്യതല മാനേജ്മെന്റ് ആണ്. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളതാണ് കീഴ്ത്തല മാനേജ്മെന്റ്. ഉന്നതതല മാനേജ്മെന്റ് ആണ് ടോപ്പ് ലെവൽ. മാനേജ്മെന്റിന്റെ ഏറ്റവും ഉയർന്ന രീതിയിൽ കിടക്കുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു നൽകുന്നത് ഉന്നതതല മാനേജ്മെന്റ് ആണ്. പ്ലാനുകളും നയങ്ങളും തയ്യാറാക്കുക. ഡിപ്പാർട്ട്മെന്റ് മേധാവികൾക്ക് ഇപ്പോൾ പലതരത്തിലുള്ള ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, HRM ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ടോപ്പ് ലെവലാണ്. അതേപോലെ തന്നെ മധ്യതല മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തിന് വേണ്ട എക്സിക്യൂട്ടീവുകളൊക്കെ നിയമിക്കുക, വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിക്കുക, സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ നിയന്ത്രണം നിർവഹിക്കുക, പുറം ലോകവുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുക. ഇങ്ങനെ ഏറ്റവും ഉയർന്ന അധികാരത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മാനേജ്മെന്റ് ആണ് ടോപ്പ് ലെവൽ. ചീഫ് എക്സിക്യൂട്ടീവ്, മാനേജർ, ഡയറക്ടർ ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഇത് അതിന്റെ തൊട്ട് താഴെയാണ് മധ്യതല മാനേജ്മെന്റ്. ഉന്നതതല മാനേജ്മെന്റ് കൈകൊണ്ട നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാണ് ഈ മധ്യതല മാനേജ്മെന്റ്. ഉന്നതതല മാനേജ്മെന്റ് നിശ്ചയിച്ച നയങ്ങൾ താഴെ തട്ടിലേക്കുള്ളവരെ അറിയിക്കുക. തങ്ങളുടേതായ ഡിപ്പാർട്ട്മെന്റ് നിർവഹിക്കേണ്ടതായ പ്രവർത്തനങ്ങൾ, മാർക്കറ്റിംഗ് ഉണ്ടാവും, HR ഉണ്ടാവും, ഫൈനാൻസ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വരും മധ്യതലത്തിൽ. അവർ നിർവഹിക്കേണ്ട പ്ലാനുകൾ ചെയ്യുക. താഴെ തട്ടിലുള്ള മാനേജർക്ക് ആവശ്യമായിട്ട് കീഴ്ത്തല മാനേജർക്ക് ആവശ്യമുള്ള നിർദ്ദേശം നൽകുക. ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുടെ ജോലി നിർവഹണം വിലയിരുത്തുക, ആവശ്യമെങ്കിൽ തിരുത്തൽ നടത്തുക,
അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനത്തെ പറ്റി ഉന്നതതല മാനേജ്മെന്റുകൾക്ക് റിപ്പോർട്ട് നൽകുന്നതും മധ്യതല മാനേജ്മെന്റാണ്. മെച്ചപ്പെട്ട കാര്യനിർവഹണത്തിനായി കീഴ് മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിക്കുക, ഇതൊക്കെയാണ് മധ്യതല മാനേജ്മെന്റിന്റെ ധർമ്മം. ഇനി അടുത്താണ് കീഴ്തല മാനേജ്മെന്റ്. അതാണ് മാനേജ്മെന്റിന്റെ സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അധികാരത്തിൽ നിശ്ചയിച്ച ലക്ഷ്യത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്ന വിധത്തിൽ ദൈനംദിന ഉൽപാദനവും മറ്റു പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്ന രീതിയാണ് ഈ കീഴ്തല മാനേജ്മെന്റിൽ. തൊഴിലാളികളിൽ ഓരോരുത്തർക്കും അവർ നിർവഹിക്കേണ്ട ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുക, ഓരോ മണിക്കൂറിലും പ്രവർത്തന ഫലം നിരീക്ഷിക്കുക, മേലധികാരികൾക്ക് ദൈനംദിന റിപ്പോർട്ടുകൾ നൽകുക, ഇതൊക്കെ കീഴ്തല മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ കണ്ടാൽ ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക, ഉൽപാദന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുമായി വ്യക്തിപരമായ അടുത്ത ബന്ധം പുലർത്തുക, മേധാവിമാർ നിശ്ചയിച്ച പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിയമപരമായ തീരുമാനം നടപ്പാക്കുക, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, തൊഴിലാളികൾക്ക് പണിസ്ഥലത്ത് വെച്ച് തന്നെ പരിശീലനം നൽകുക, ജീവനക്കാരുടെ പരാതികളും നിർദ്ദേശങ്ങളും ഉന്നതാധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് മൂന്നാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഉള്ള വിഭവങ്ങൾ ഫലപ്രദമായ വിഭവങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന രീതിയാണ് മാനേജ്മെന്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മാനേജർ ചെയ്യുന്ന എന്തെല്ലാമാണ് അതെല്ലാമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുർലഭ വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുക, ഗ്രൂപ്പ് ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഉൽപാദന ചെലവ് കുറക്കുക, മാറ്റത്തിന്റെ വെല്ലുവിളികളെ നേരിടുക, ദേശീയ വളർച്ചയെ സഹായിക്കുക, ബിസിനസ്സിൽ സുസ്ഥിരത ഉറപ്പിക്കുക. നാലാമത്തെ ചോദ്യമാണ്, മെൻഷൻ ദി ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് മാനേജ്മെന്റ് ഒരു ലക്ഷ്യാത്മകമാണ്. ഏതൊരു മാനേജർക്കും മാനേജ്മെന്റിന് ലക്ഷ്യമുണ്ട്. മാനേജ്മെന്റ് തീർത്തും വ്യത്യസ്തപരമായ ഒരു പ്രവർത്തനമാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. എന്നാൽ മാനേജ്മെന്റ് ഒരു സാമൂഹ്യ പ്രക്രിയയാണ്. മാനേജ്മെന്റ് ഒരു അധികാര സംവിധാനമാണ്. മാനേജ്മെന്റ് എല്ലാ തലത്തിലും വേണം. മാനേജ്മെന്റ് ചലനാത്മകമാണ്, കൂട്ടായ ശ്രമങ്ങളാണ്, പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത്. മാനേജ്മെന്റ് ഒരു അതിർത്തി ശക്തിയാണ്. അതേപോലെ തന്നെ സാർവലൗകിക എല്ലാ മേഖലകളിലും ഉണ്ട്, ഒരു ഏകോപന ശക്തിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ടാവാം. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. മാനേജ്മെന്റ് തത്വങ്ങൾ അച്ചടക്കം എന്ന തത്വത്തെ വിശദീകരിക്കുന്നതാണ്. അതിൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കലാണ്. ഒരു വ്യക്തിക്ക് നിർവഹിക്കാവുന്ന ജോലിക്ക് ഒരു പരിധിയുണ്ട്. നിശ്ചിത പരിധിക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കീഴ് ജീവനക്കാർക്ക് നൽകുന്ന അധികാരം ഏൽപ്പിക്കലാണ്. അപ്പൊ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പ്രിൻസിപ്പളാണോ സ്കൂളിലെ പ്രിൻസിപ്പൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, മറ്റുള്ള അധ്യാപകരെ എന്നപ്പോൾ തന്നെ മാനേജ്മെന്റിന് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ മെന്റൽ പവറിനനുസരിച്ച് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ അദ്ദേഹം കീഴ്തലത്തിലേക്കൊക്കെ എന്ത് ചെയ്യും, മധ്യതലത്തിലേക്കൊക്കെ വിഭജിച്ചു കൊടുക്കുന്നു. അധികാരം, ഉത്തരവാദിത്വം, ചുമതല. അധികാരം എന്ന് പറയുന്നത് കൽപ്പനകൾ നൽകാനും അവകാശം അനുസരിപ്പിക്കാനുള്ള ശക്തിയാണ് അധികാരം എന്ന് പറയുന്നത്. ഉത്തരവാദിത്വം വരുന്നുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ജോലി ഏൽപ്പിക്കപ്പെട്ട കീഴ് ജീവനക്കാരന് ആ ജോലി ചെയ്യാനുള്ള ബാധ്യതയാണ് ഉത്തരവാദിത്വം. മൂന്നാമത് ചുമതലയാണ്. നിശ്ചിത നിർവഹണ നിലവാരം മുന്നിൽ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും അധികാരം വിനിയോഗിക്കുകയും ചെയ്യുന്ന ബാധ്യതയാണ് ചുമതല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ക്യാൻ മാനേജ്മെന്റ് ബി ട്രീറ്റഡ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണ്, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിന്റെ ആൻസർ, സവിശേഷവും വിദഗ്ധ സ്വഭാവമുള്ള വ്യക്തി സേവനം നൽകുന്ന തൊഴിലാണ്. അതുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഭംഗിയായി നിർവചിക്കപ്പെട്ട ഒരു വിജ്ഞാന ശേഖരമാണ് മാനേജ്മെന്റ്. ഔപചാരികപരമായിട്ടൊരു പരിശീലനം കിട്ടുന്നുണ്ട്, നിയന്ത്രിതമായ പ്രവേശനം കിട്ടുന്നുണ്ട്, തൊഴിൽപരമായിട്ടുള്ള സംഘടനയാണ്. അതേപോലെ തന്നെ സന്മാർഗപരമായിട്ടുള്ള ഒരു പെരുമാറ്റ സംഹിതയാണ്, സേവന പ്രേരണയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാനേജ്മെന്റ് ഒരു പ്രൊഫഷനായിട്ടാണ് പറയുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ സയന്റിഫിക് മാനേജ്മെന്റ്. ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. മാനേജ്മെന്റ് പ്രവർത്തനത്തിൽ ശാസ്ത്രം പ്രയോഗിക്കുന്നതിനാണ് ശാസ്ത്രീയ മാനേജ്മെന്റ്. തൊഴിലാളികൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ഏറ്റവും നന്നായി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയാണ് ശാസ്ത്രീയ മാനേജ്മെന്റ്.
അതിന്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വേച്ഛപരമായ രീതി മാറ്റുക, തൊഴിലാളികളെ ശാസ്ത്രീയപരമായി തെരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുക, തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുക, പരമാവധി ഉൽപാദനം, ഉത്തരവാദിത്വ തുല്യമായി പങ്കിടുക എന്നതാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് മീൻ ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്. എന്താണ് മാനേജ്മെന്റ് തത്വങ്ങൾ? മാനേജ്മെന്റ് തത്വങ്ങൾ മൗലിക തത്വങ്ങളുടെ വിളംബര തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മാനേജർക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. മാനേജ്മെന്റ് പ്രയോഗത്തിൽ വരുന്നതിനുള്ള മാർഗരേഖകളാണ് തത്വങ്ങൾ. അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദുർബല വിഭാഗങ്ങൾ പരമാവധി പ്രയോജനമാക്കുക, ഗ്രൂപ്പ് ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, മാറ്റത്തിന്റെ വെല്ലുവിളികളെ നേരിടുക, ദേശീയ വളർച്ചയെ സഹായിക്കുക, ബിസിനസ്സിൽ സുസ്ഥിരത വരുത്തുന്നതാണ്. അടുത്ത ചോദ്യമാണ് ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദുർലഭ വിഭാഗങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക, ഗ്രൂപ്പ് ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, മാറ്റത്തിന്റെ വെല്ലുവിളികളെ നേരിടുക, ദേശീയ വളർച്ചയെ സഹായിക്കുക, ബിസിനസ്സിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുക. ഈ ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ ആൻഡ് ആസ് എ ഗ്രൂപ്പ് ആണ്. അതാണ് ലാസ്റ്റ് ചോദ്യം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് അച്ചടക്കം എന്ന നിലയിലും ഒരു ഗ്രൂപ്പ് എന്ന നിലയിലും അർത്ഥം വ്യക്തമാക്കാനാണ്. അനുസരണം, അധികാരത്തോടുള്ള ബഹുമാനം, സ്ഥാപിത നിയമങ്ങളോടുള്ള പാലനം എന്നിവയെല്ലാം ചേർന്നാണ് അച്ചടക്കം. ഒരു സ്ഥാപനം സുഖമായി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അച്ചടക്കം ഒരു മുൻഉപാധിയാണ്. തൊഴിലാളികൾ മാത്രം അച്ചടക്കം പാലിച്ചാൽ പോരാ, മാനേജ്മെന്റിൽപ്പെട്ടവരും അച്ചടക്കം വേണം. നല്ല മേൽനോട്ടം, വ്യക്തമായ നിയമങ്ങൾ, ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള സംവിധാനം എന്നിവയുണ്ടെങ്കിൽ അച്ചടക്കം പാലിക്കാൻ കഴിയുമെന്നാണ് ഫയോൾ പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം, ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ നമ്മൾ ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ, അസൈൻമെന്റ് കാര്യങ്ങൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെന്ററിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത മുതൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ വർക്കുകളും ക്ലാസ്സുകളും ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ്സുകൾ നൽകുമ്പോൾ നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് ചെയ്യാം. ജോലി ഒഴിവുള്ള സമയത്തേക്ക് നമ്മുടെ ക്ലാസ്സുകൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകളെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 വീട്ടിൽ മൊബൈലിൽ ഇരുന്ന് പരീക്ഷ എഴുതാം. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.